പ്രഭാഷകൻ 33 അധ്യായം 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. ജ്ഞാനി നിയമത്തെ വെറുക്കുകയില്ല. അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ്. വിവേകി നിയമത്തിൽ ആശ്രയിക്കും. ഉറീം കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവന് വിശ്വാസ്യമാണ്. മുൻകൂട്ടി തയ്യാറായി സംസാരിക്കാവൂ, അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും. ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക. വിഡ്ഢിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ്. അവൻ്റെ ചിന്തകൾ തിരിയുന്ന അച്ചുതണ്ട് പോലെയും. പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ്. ആര് പുറത്തിരുന്നാലും അത് ഹേഷാരവം മുഴക്കുന്നു. വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെടുന്നത് എങ്ങനെ? കർത്താവിൻ്റെ നിശ്ചയം അനുസരിച്ചാണ് അവ വ്യത്യസ്തമാകുന്നത്. ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്നാണ്. ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സംപൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി. മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ്. ആദം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് തൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോടൊപ്പിച്ചു. മറ്റു ചിലരെ ശപിച്ച് താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിൻ്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു, ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. നന്മ തിന്മയുടെയും ജീവൻ മരണത്തിൻ്റെയും വിപരീതമാണ്. അപ്രകാരം തന്നെ പാപി ദൈവഭക്തൻ്റെയും. അത്യുന്നതൻ്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക. അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപിറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ശ്രേഷ്ഠന്മാരെ, സമൂഹ നേതാക്കളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ജീവിതകാലത്ത് ഒരിക്കലും പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനെൻ്റെയോ മേൽ അധികാരം കൊടുക്കരുത്. വസ്തുവകകളും നൽകരുത്. നീ മനസ്സ് മാറി തിരികെ ചോദിച്ചേക്കാം. ശ്വാസം പോകുന്നവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത്. മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ്. ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക. കീർത്തിക്ക് കളങ്കം വരുത്തരുത്. ജീവിതാന്തത്തിൽ മരണനാഴികയിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക. കഴുതയ്ക്ക് തീറ്റയും വടിയും ചുമടും, ദാസന് ആഹാരവും ശിക്ഷയും ജോലിയും. അടിമയെക്കൊണ്ട് വേല ചെയ്യിച്ചാൽ നിനക്ക് വിശ്രമിക്കാം. അലസനായി വിട്ടാൽ അവൻ സ്വതന്ത്രനാകാൻ നോക്കും. നുകവും ചാട്ടയും കാളയെ തല കുനിപ്പിക്കും. പീഡനയന്ത്രവും പ്രഹരങ്ങളും അനുസരണമില്ലാത്ത അടിമയെയും. അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിക്കുക. അലസത തിന്മകൾ വളർത്തുന്നു. അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക. അതാണ് അവന് യോജിച്ചത്. അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ചങ്ങലകളുടെ ഭാരം കൂട്ടുക. ആരോടും അളവ് വിട്ട് പെരുമാറരുത്. അനീതി കാണിക്കുകയും അരുത്. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ നിന്നെപ്പോലെ കരുതണം. നീ അവനെ രക്തം കൊടുത്ത് വാങ്ങിയതാണല്ലോ. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക. അവനെ നിനക്ക് നിന്നെപ്പോലെ തന്നെ ആവശ്യമാണ്. നീ അവനോട് ക്രൂരമായി പെരുമാറുകയും അവൻ ഒളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ച് നീ ഏത് വഴിക്ക് പോകും? പ്രഭാഷകൻ 34 അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥവുമാണ്. സ്വപ്നങ്ങൾ ഭോഷന്മാർക്ക് ചിറക് നൽകുന്നു. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ? അസത്യത്തിൽ നിന്ന് സത്യവും. ഗർഭിണിയുടെ ഭവനം പോലെ ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ്. അത്യുന്നതനിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അതിനെ അവഗണിക്കുക.
സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത്തരം വഞ്ചനകൾ കൂടാതെ നിയമം നിറവേറ്റാം. സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു. വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു. അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു. അനുഭവജ്ഞാനമില്ലാത്തവന് അറിവ് കുറയും. യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു. യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു. ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. അവന്റെ പ്രത്യാശ അവന്റെ രക്ഷാ നിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ വീരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തൻ്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചൂടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരുവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്ക് എന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി?